ഒക്കെ ശരിയാക്കാന്ന് പറയാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. ഇവിടെ ഒരു സാധനവും ഇല്ല. ആ പീഡിയക്കാരനാണെങ്കിൽ എന്നും ഭയക്കാം. കുട്ടികളുടെ നിലവിളി കേൾക്കാൻ വയ്യ. നീ ഒന്നും ഉണ്ടാക്കിയത് സൂറ. രാവിലെ തന്നെ ഒരു പണ്ടാലടക്കല്. നീ കണ്ടോ, കൈ നിറയെ കാശ് വരാനുള്ള ഒരു ബൈ പഠിച്ചോ നമുക്ക് കാട്ടിത്തരൂ. നിങ്ങൾ അതിനാ ബൈക്ക് നടക്കൂലല്ല, വേറെ പെരുബൈ നോക്കിപ്പോ. എന്നാ നീ കണ്ടോ സൂറ, നമ്മൾ ബൈ ചെല്ലട്ടെ. അപ്പൊ കാണാൻ നമ്മൾ ജോറായിട്ട് നടക്കണേ. നിങ്ങൾക്ക് ഈ ബാഗ് വേണ്ടേ? മറന്ന ഒരു കൊണ്ട പണ്ടാറടക്കാൻ. ഓ, എന്റെ മരുന്ന് കഴിഞ്ഞു. എന്റെ കതീശു എല്ലാം ഞമ്മക്കറിയാം. മരുന്ന് തീർന്നതെന്ന് ഞമ്മക്ക് ഓർമ്മയുണ്ട്. എങ്ങനെങ്കിലും വരുമ്പോ മരുന്ന് വാങ്ങി വരാം. ശരി മാമ, ഇക്കാന് വിഷമം തോന്നാൻ വേണ്ടി പറയാനല്ല. ഞാനും ഇവിടെ ഇവിടെ ഇങ്ങനെ എത്ര കാലാ കഴിയാ. കാലില്ലാതെ അങ്ങോട്ട് എന്നോ ഇക്കാക്കറിയാലോ. അതും ഞമ്മക്കറിയാം. നീ നൊലോളത്തെ മുഖറും കാട്ടിന്നാലേ അത് പഠിച്ചോന് ഇഷ്ടാവില്ല. എടാ അലി, ആ എന്താ അമ്മ? ഈ വരുമ്പോ പൊയില് വാങ്ങിട്ട് വരണം. 3 ദിവസം കൊണ്ട് എന്നോട് പറയണം. ഈ വയസ്സ് കാലത്ത് ഈ ഉമ്മമാനെ മറക്കല്ലടാ. മറന്നിട്ടല്ലമ്മ, കായില്ലഞ്ഞിട്ടാ. ഇന്ന് വരുമ്പോ എങ്ങനെങ്കിലും ഞാൻ കൊണ്ടുവരാം കേട്ടോ. പടച്ചോന്നറിയാം എന്റെ കാര്യം. കടയിൽ പോയി സാധനം മേടിച്ച കായ് നമുക്ക് കൊടുക്കാം. പിന്നെ എന്നെക്കൊണ്ടൊന്നും മയ്യ, കടം വാങ്ങി മടുത്ത്. അതും നന്നായി. ആ എന്താ കളിക്കാനില്ലേ? കളിച്ചോളൂ. പാപ്പ വരണം കേട്ടോ. എന്താടാ ഫിറോസേ? എനിക്ക് സ്കൂളിൽ പോവാൻ ബാഗ് വേണം. ഫോറിൻ മതി. അന്തിക്ക് മുമ്പ് ഫോറിനിൽ പോയി വരാൻ വലിയ പാടാ. എന്നാലും നമുക്ക് നോക്കാം. അനക്കോ? ഇന്റെ റബ്ബേ, നമ്മള് കൽബിന്ന് മായച്ചു കളഞ്ഞതൊക്കെ വീണ്ടും പറയല്ലടാ. വേറെ എന്തെങ്കിലും ആലോചിക്കേ. അനക്കെന്താ വേണ്ടിയത്? നീ അസലായിട്ട് വർത്താനം പറയല്ലോ. അപ്പൊ അനക്ക് അത് തന്നെ വേണം. ഇപ്പൊ ഈ ദുനിയാവിലുള്ള സർവ്വ ചൈത്താന്മാരുടെ കയ്യിൽ അതുണ്ടല്ലോ. പൊന്നു കുട്ടികളെ, ഈ പറഞ്ഞതൊക്കെ മറന്നിട്ട് നിങ്ങൾ ഉഷാറായിട്ട് കളിക്ക്. കറി എന്താ വേണ്ടേ? ഒരു ബീഫ് കറി എടുത്തു. എന്റെ അലിയാർക്ക, നിങ്ങളിത് എവിടെ പോയി കിടക്കുക? എന്താ രാജീവ്, അപ്പൊ ആയം പിന്നെയും വിളിച്ചോ? ആര്? ആ ജോർജ് ബുഷേ. അലിയാരിക്ക ഇനി ജോർജ് ബുഷ് നേരിട്ട് തിരക്കിയെന്ന് പറഞ്ഞാലും എനിക്ക് അതിശയമൊന്നും തോന്നില്ല. അയാള് പ്ലെയിനിൽ കയറി പോകുന്നതിന് ദൂരം നിങ്ങളിവിടെ ഒറ്റയ്ക്ക് നടക്കുന്നുണ്ടല്ലോ. നമ്മൾ നടന്ന് കാര്യമില്ല, ഞമ്മക്ക് ഇരിക്കാൻ നേരമില്ല എന്നൊരു പൈന്തൊല്ലി കേട്ടിട്ടില്ല. അങ്ങനെയല്ല അലിയാരിക്ക. ഓ, നായി നടന്ന കാര്യമില്ല, നായ്ക്ക് ഇരിക്കാൻ നേരമില്ല എന്നല്ലേ പഴഞ്ചൊല്ല്. അത് നിന്റെ കാര്യം പറയുമ്പോ കറക്റ്റാ. എന്ത്? അലിയാരിക്ക, ആ വാസു മുതലാളിയും കർണാടക മുതലാളിയും 2-3 തവണ ഫോണിൽ വിളിച്ചു. പടത്തോനെ, അങ്ങനെ ഒരു വിളി കേൾക്കാനല്ലേ നമ്മൾ ഈ ജന്മം തന്നെ. കൊച്ചിയുടെ കാര്യം മാറും. ഹലോ, ആ അലിയാരാണ്? ബ്രോക്കർ അലിയാരൊന്ന് കാണാൻ എന്താ വഴി? അലിയാരോ? ഞാൻ നിൽക്കുന്നു, ഫോൺ ചെയ്ത്. അതെ, നമ്മളാണ് വാസു മുതലാളി. അലിയാര് ഇപ്പൊ വരാം. ഈ അലിയാരക്കല്ലേ? അതെ, അത് നമ്മളാണ്. ഒന്ന് വന്നേ, ഒരു കാര്യം പറയാനാ. ഓ അലിയാർക്ക, ഇവരൊക്കെ എന്റെ സുഹൃത്തുക്കളാ. ഞങ്ങളൊരു നല്ല ബിസിനസ്സിന് വന്നതാണ്. എന്ത് ബിസിനസ്? ഞങ്ങൾക്ക് 2 ആനക്കൊമ്പ് വേണം. പെട്ടെന്ന് വേണം, പണമൊക്കെ റെഡിയാ. നോക്കിക്കാതെ പെട്ടെന്ന് കാര്യം പറയാലിയായിരിക്കും. അതെ, ഫോറിൻ പാർട്ടിക്ക് വേണ്ടിയാ. അവർക്ക് ഉടനെ പോകണം. നിങ്ങൾക്ക് നല്ല കമ്മീഷൻ തരാൻ. അവരിത് വാങ്ങാൻ വന്നവരല്ല, ഞങ്ങളായിട്ട് കുത്തി ഇറക്കിയതാ. സാധനം റെഡിയാണെന്നാ ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ അന്വേഷിച്ചപ്പോ ആനക്കൊമ്പിന്റെ കാര്യം അലിയാർക്കൊക്കെ അറിയാമെന്ന് ഞങ്ങൾ. പിന്നെ ആന തന്നെ നമുക്കറിയൂടെ. ഭൂമുഖത്തുള്ള ഏറ്റവും വലിയ ജീവിയാണ് ആന. കുട്ടികളെ പ്രസവിച്ച് മുലയൂട്ടുന്ന സസ്തന ജീവിയാണ് ആന. തമാശ പറയാനുള്ള നേരം അല്ലേക്ക, കാര്യം പറ. വണ്ടിപ്പാഞ്ഞു വന്നൊരു കടലാസ് പൂജ ഉണ്ടാക്കുന്ന മുരിങ്ങാക്കായിട്ട സംഗതി കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സാധനം കിട്ടും, പക്ഷെ നിങ്ങൾ 2-3 ദിവസം ഇവിടെ നിൽക്കണം. അത്രയും വേണ്ടി വരും. നിന്നാ പടപെടാന്ന് നമ്മൾ ശരിയാക്കി തരാം. പക്ഷെ അന്ന് തന്നെ കാശ് കൊടുത്ത് ഇടപാട് തീർക്കണം. അത് ഏറ്റു. ഇവിടെ താമസിക്കാൻ പറ്റിയ ഹോട്ടലുണ്ടോ? ഇല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കി തല്ല. നിങ്ങൾ വരി, വണ്ടി കയറി. അലിയാരിക്കോ? ഈ വഴിയൊക്കെ മറന്നോ? മറന്നെങ്കിൽ ഓർക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇവിടെ വരുന്നില്ലേ? ഇവരൊക്കെ വലിയ ബിസിനസ് പാർട്ടീസാണ് കേട്ടോ. ഇവിടെ ഉള്ളതിലും നല്ല മുന്തിയ മുറിവൊക്കെ ഇവർക്ക് ഐസ് ഇട്ടതിന്റെ ആയിക്കോട്ടെ. അതിനെന്തോ അലിയാരിക്കോ, കൊടുക്കാമല്ലോ. അപ്പൊ നിങ്ങൾ കൂളിയും കളിയൊക്കെ കഴിഞ്ഞിട്ടൊന്ന് വിശ്രമിക്കുക. നമ്മൾ പുരയിലൊന്ന് പോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ശരിയാക്കിയിട്ട് തേടി പോകാം.
എവിടെ പോയാലും ആനക്കൊമ്പനെ പാർട്ടിയെ കണ്ടിട്ട് അലിയര് വരും. അത് മതി, പറ്റുമെങ്കിൽ ഇന്ന് തന്നെ ഒപ്പിക്കാമോ നോക്ക്. അത് നമ്മൾ ഏറ്റെന്ന്. പിന്നെ നമ്മൾ തമ്മിലുള്ള ഇടപാട് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നേരിട്ട് അവിടെ ചെന്ന് സംസാരിച്ച ശേഷം നിങ്ങൾ ഇങ്ങോട്ട് അവിടെ ചെല്ലും. ആനക്കൊമ്പും മുയലാളിനെയും നമ്മൾ നിങ്ങൾക്ക് കാര്യം തരും. വിലയുടെ കാര്യം കൊണ്ടുപോകുന്ന കാര്യമൊക്കെ നിങ്ങൾ നേരിട്ട് ചെയ്തോളണം. അതിൽ അലിയാർക്ക് പങ്കില്ല. അത് മതി അലിയായിരിക്കാം. പിന്നെ നമ്മളെ കമ്മീഷന്റെ കാര്യം അതൊരു 10-15,000 രൂപ കിട്ടണം. അത് തരാം. എന്നാ അഡ്വാൻസ് 5,000 രൂപ എടുക്കും. കൊടുക്ക. ഇത് ജാസ്തി ഉണ്ട്. താങ്ക്സ്. അധികം ഒന്നും അലിയാർക്ക് മോഹല്ല. കനീസോ ഫിറോസേ, ഇതെടാ. ആ വരൂ. മൊബൈൽ കേട്ടോ. ഇതാ ബൊമ്മ. കുട്ടികളാ ഓറഞ്ച് ബാഗ്. പോയിക്കോളി. എതുക്ക് സൂറ നോക്കിക്കാതെ. പടച്ചോനെ, നിങ്ങളിതൊക്കെ എവിടുന്ന് വാങ്ങി? ആരാ എത്ര പേരിട്ട് പൈസ തന്നെ? ചില നേരത്തെ അലിയാര് വിളിച്ചാലും പടച്ചോൻ വിളി കേൾക്കും സൂറ. എന്നാലും കൈ നിറയെ പൈസ തരാൻ പടച്ചോനെ ആരെയെ കൊണ്ടുവന്നേ? ചായ കുടിക്കാൻ നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോ അവിടെ നിക്കല്ലേ 4 നരി പോലത്തെ പഹരി നമ്മളും കാത്ത്. എന്തിനാ? ഓർക്ക് വേണ്ടത് ആനന്റെ കൊമ്പ. ആനേന്റെ കൊമ്പ? ഇതൊക്കെ എവിടെന്നാ ആനേന്റെ കൊമ്പ്? അതിനൊക്കെ വയ്യ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ബാഗ് പിടി, ഞാൻ കൊല്ലെടുക്കട്ടെ. എന്ത് വെയിറ്റ്. അതായിരുന്നു സംഭവം. പറഞ്ഞേട്ടാ, എന്റെ ആങ്ങളയുടെ മോന്റെ ജോലിക്കാരും പറഞ്ഞിട്ട് മന്ത്രി ഇതുവരെ ഒന്നും ചെയ്തില്ലല്ലോ. അങ്ങനാണോ? അവൻ ചെയ്യാമെന്ന് പറഞ്ഞാ ചെയ്യും. പക്ഷേ സിഗരറ്റ് കൂടിന്റെ പുറത്ത് ഓർഡർ എഴുതി കൊടുക്കാനൊന്നും അവനെ കിട്ടുകയല്ല. സത്യത്തിനും നീതിക്കും നിരക്കാത്തൊന്നും അവൻ ചെയ്യത്തില്ല. അതാ ഇപ്പോഴും എനിക്ക് മനസ്സിലാകാത്തത്. ഇങ്ങേരുടെ കൂടെ കൂടിയിട്ടും ദേവേട്ടൻ ഇത്ര പാവായി പോയല്ലോ. ചുമ്മാ അരിവാട്ടുവേട്ടൻ. എല്ലാവരും ഉണ്ടല്ലോ. ഇപ്പൊ അങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ. ഞാൻ അല്പം താമസിച്ചു. വരണ വഴിയിൽ ഒരു ചീർണയോഗം ഉണ്ടായിരുന്നു. മയക്ക് കിട്ടിയ പിന്നെ എന്നെ പോലും മറക്കും. തടി കൂടുന്നുണ്ട് കേട്ടോ, സൂക്ഷിക്കണം. അതിന് മന്ത്രിയുടെ വകുപ്പ് മാനവ വികസനമല്ലല്ലോ. തുടങ്ങി. എവിടെ ചെന്നാൽ ഈ മന്ത്രിയുടെ വകുപ്പിനെ പിടിച്ച കളി. 2-4 ദിനം കൊണ്ടൊരുത്തനെ മന്ത്രിയാക്കി നടത്തുന്നതും ഭവാൻ, മാളികാമുകളേറിയ മന്ത്രിയുടെ മൂടുതാങ്ങി നടക്കുന്നതും ഭവാൻ. അതേടാ, തന്തയുടെ തലയ്ക്ക് തന്നെ തേങ്ങ എറിഞ്ഞ് കെട്ട് നിറച്ചോ. ഭാർഗവേട്ടൻ ഏതോ സ്ഥലത്തിന്റെ കാര്യം പറഞ്ഞിരുന്നു. അതെന്തായി? അതെ, ഹൈ റേഞ്ചിൽ ആരും ഇതുവരെ കണ്ടുപിടിക്കാത്ത ബ്യൂട്ടി സ്പോട്ടാണ്. ഒരു ഉഗൻ ഹിൽ റിസോർട്ടിന് പറ്റിയ സ്ഥലം. ഭാർഗവേട്ടൻ അന്ന് പറഞ്ഞിരുന്നു. സർക്കാർ വകയാണോ? ആയിരുന്നു. ഇപ്പോൾ പട്ടയക്കാരുടെ കൈവശമാണ്. അവരുടെ നേതാവ് ആള് വേന്ദ്രനാ. വില കൊണ്ടെടുക്കുന്നില്ല. എന്തായാലും ഞാൻ ഇത് തപ്പിയെടുക്കും. എന്നിട്ട് 5 സ്റ്റാർ ഡീലക്സ് സ്റ്റാൻഡേർഡിൽ ഒരു ഹോളിഡേ റിസോർട്ട് ഞാൻ പണിത് ഉയർത്തും. ഒറ്റയ്ക്കുള്ള യുദ്ധമാണോ? ഏയ്, നമ്മൾ 5 പേരും ചേർന്നുള്ള യുദ്ധങ്ങളെ ഈ ജനറൽ ഭാർഗവം പ്രഖ്യാപിക്കാറുള്ളൂ. ശ്രീമതിയുടെ ഭർത്താവ് സാക്ഷാൽ ഇന്ദ്രസേനൻ സിംഗപ്പൂരിൽ മന്ത്രിയെ സോപ്പ് തേച്ച് കുളിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ ഉടനെ വരാൻ പറ്റില്ല എന്നുള്ള വിവരം അറിയിച്ചിട്ടുണ്ട്. ആയതിനാൽ മഹതി പ്രമാണത്തിൽ ഒപ്പിയാത്തി തരേണ്ടതാകുന്നു. ഭാർഗവേട്ടൻ പറയുന്നിടത്തൊക്കെ ഒപ്പിട്ട് കൊടുക്കുക പ്രധാന ജോലിയെന്ന് ഇന്ദ്രേട്ടൻ എപ്പോഴും പറയാറുണ്ട്. അതെങ്ങനെ? ലോകത്തുള്ള സകല ഇടപാടും കയറി ഏറ്റോളും. എന്നിട്ട് 24 മണിക്കൂർ ഓട്ടവും വെപ്രാളവും. ഇനി ചുമ്മാ അല്ലടി, ഓരോന്നുണ്ടാക്കിയിടാനാ. അത് ചെയ്യാന്നുള്ളത് നമ്മുടെ ഡ്യൂട്ടി. അനുഭവിച്ച് സുഖിക്കാൻ പോകുന്ന നമ്മുടെയൊക്കെ മക്കളല്ലോടി. അവനൊക്കെ ചുമ്മാ അടിച്ച് പൊളിക്കരുത്. പാവം, നമ്മുടെ മക്കൾ ഇപ്പൊ ഉറക്കം കഴിഞ്ഞ് പഠിക്കുകയായിരിക്കും. അതെ, ഇപ്പൊ അവർക്ക് അതിന്റെ സമയമാ പഠിത്തത്തിന്റെ. എന്തേ, പഠിത്തം കഴിഞ്ഞാ പിന്നെ ലോകം അവരുടേതല്ലേ? ശരിയാ. നമ്മുടെയൊക്കെ മാക്സിമം എൻജോയ്മെന്റ് എന്ന് പറയുന്നത് ഇതാ. അവര് നമ്മുടെയൊക്കെ പ്രായമാകുമ്പോൾ മണിക്കൂറിൽ 10,000 കിലോമീറ്റർ വേഗത്തിൽ പറക്കുന്ന ശ്രീറംജനകത്ത് ഇരുന്നായിരിക്കും അവര് കമ്പനി കൂടുന്നത്. ആയിരിക്കും. ഇതൊക്കെ ആയാലും ഞാൻ മാധവനെയും കൂട്ടരെയും വിളിച്ചിട്ട് 2 ദിവസമായി. അവരേത് സമയത്തും പഠിത്തം തന്നെയാണെന്ന പത്രോസ് കഴിഞ്ഞ ദിവസം ഫോണിൽ പറഞ്ഞത്. നമ്മൾ ആരും കൂടെ കൂടെ അങ്ങോട്ട് ചെല്ലണ്ടെന്ന് ഞാൻ പറഞ്ഞത് വെറുതെ അല്ല. എപ്പോഴും നമ്മളെ കണ്ടുകൊണ്ടിരുന്നാൽ ഏത് ചെറിയ കാര്യത്തിൽ അവർ നമ്മളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. അവർ സ്വന്തം ലക്ഷ്യങ്ങൾ സ്വയം കണ്ടെത്തണം. നിങ്ങൾ അവനെ ഒന്ന് വിളിക്കേ പ്ലീസ്. നോ,
മോഡൽ തൊട്ടാ പിന്നെ ഞാൻ അവനെ വിളിക്കില്ല. നമ്മുടെ ഒരു മോശം മോഡൽ ആവരുത്. അതിനെന്താ, ഞാൻ വിളിക്കാം. ഞാനാണെങ്കിലേ ഈ സ്മാള് തൊട്ട്